നമുക്ക് കലാഭവൻ നവാസിന് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. എന്താണോ എന്തോ ഇപ്പം 10, 51, 48, 55 വയസ്സ് ആളുകൾക്ക്, പുരുഷന്മാർക്കാണ് കൂടുതലും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. എന്ത് കാരണം എന്ന് അറിയില്ല. നല്ലൊരു കലാകാരനായിരുന്നു നമ്മുടെ കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സിനിമാ നടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച് ആ നടിയെ തന്നെ അദ്ദേഹം കല്യാണം കഴിച്ചു. രഹന എന്നാണ്. അവർക്ക് 3 കുട്ടികൾ, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയും. അവരുടെ ബാപ്പയും കലാകാരനായിരുന്നു. അബൂബേക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സഹോദരൻ നിയാസ് ഖാൻ എന്നായിരുന്നു അദ്ദേഹവും സിനിമയിലുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങൾ. പിന്നെ കൂടുതലും TV പ്രോഗ്രാമിലാണ് അദ്ദേഹം ഉള്ളത്. അങ്ങനെ നല്ലൊരു കലാകുടുംബമായിരുന്നു. പക്ഷെ നല്ല മനുഷ്യനുമായിരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ അന്ന് ഷൂട്ടിങ് തീരുന്ന ദിവസമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഷൂട്ടിങ് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന വന്നു. അപ്പോൾ അദ്ദേഹം അവരെ കുടുംബ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ പോയിട്ട് ECG എടുക്കണം, ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം കലാഭവൻ നവാസ് വിചാരിച്ചു എന്തായാലും ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാം. അദ്ദേഹം വിചാരിച്ചു ഞാൻ കാരണം ഷൂട്ടിങ് മുടങ്ങിയാൽ നഷ്ടമാണ്, പൈസ നഷ്ടമാണ്. അന്ന് ഈ ഷൂട്ടിങ് തീരുന്ന അവസാനത്തെ ദിവസമാണ്. അപ്പം ഞാൻ കാരണം ഇനി അവർക്ക് നഷ്ടം വരണ്ട, എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാവർക്കും വീട്ടിൽ പോകാമെന്ന്. അപ്പം അദ്ദേഹം ആ നെഞ്ചുവേദന കടിച്ചു പിടിച്ച്. അപ്പോൾ 2-3 പേരെടുത്ത് പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. പറഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ ആശുപത്രി പോകാൻ പറഞ്ഞു കാണുമായിരിക്കും, നമ്മൾക്കറിയില്ലല്ലോ. പക്ഷേ അദ്ദേഹം അത് കടിച്ചു പിടിച്ച് അഭിനയിച്ച് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹോട്ടൽ റൂമിലേക്ക് ചെന്നു. റൂമിൽ ചെന്നതും അദ്ദേഹത്തിന് അവിടെ വെച്ചൊരു നെഞ്ചുവേദന വന്ന് അദ്ദേഹം അവിടെ വീണ് മരണപ്പെടുകയായിരുന്നു. അപ്പം ഒരു 3/4 മണിക്കൂറായപ്പോൾ ഹോട്ടൽ ജീവനക്കാരൻ വന്നപ്പോൾ അദ്ദേഹം അവിടെ കമന്ന് കിടക്കുന്നു. അദ്ദേഹം അറിയിച്ചു. ആംബുലൻസൊക്കെ വന്നു അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങനെ നോക്കിയില്ല. അദ്ദേഹവും വിചാരിച്ച് കാണൂല ഞാൻ മരിക്കുമെന്ന് വിചാരിച്ച് കാണൂല. കലാഭവൻ നവാസും വിചാരിച്ച് കാണും ഞാൻ മരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ച് കാണൂല. ചില നടന്മാരൊക്കെ ആണെങ്കിൽ ചെറിയൊരു വേദന വന്ന് എനിക്കിപ്പോൾ പറ്റത്തില്ല, എനിക്ക് ഷൂട്ടിങ് നിർത്തി വെച്ച് ആശുപത്രി പോകണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇനിയെങ്കിലും ആർക്കെങ്കിലും നെഞ്ചുവേദന വന്നാൽ നമ്മൾ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി കാണിക്കുക, വച്ചുകൊണ്ടിരിക്കരുത്. ചിലവരൊക്കെ വായുവാണെന്ന് പറഞ്ഞ് വായുവിൻ്റെ ഗുളിക മേടിച്ച് കഴിക്കും. അങ്ങനെ കഴിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് ഒരു ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുക, ECG എടുക്കുക. പെട്ടെന്ന് നമ്മൾ ആശുപത്രി എത്തിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, ആരായാലും. അതുകൊണ്ട് ആരും വെച്ചുകൊണ്ടിരിക്കരുത്. ആദ്യം ഈ നെഞ്ചുവേദന വരുന്നതിന് മുമ്പ് ഷോൾഡർ പെയിനാണ് വരുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നെഞ്ചുവേദന വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നല്ലൊരു കലാകാരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് നമുക്ക് ആദരാഞ്ജലികൾ സമർപ്പിക്കാം. അതുപോലെ എല്ലാവരും ആർക്ക് നെഞ്ചുവേദന വന്നാലും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുക. നമ്മൾ വീട്ടിൽ വായുവാന്നും പറഞ്ഞ് വായുവിനുള്ള മരുന്നുകളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത്. എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ. നല്ലത് വരട്ടെ ആ കുടുംബത്തിന്. രഹനയ്ക്കത് താങ്ങാനുള്ള മനക്കരുത്ത് അവരെ അള്ളാഹു പടച്ചോൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നും വരെ ബൈ.